ട്രെയിൻ ഗതാഗതം നിയന്ത്രിക്കുന്ന ട്രാക്ക് സിഗ്നൽ കേബിളുകൾ മുറിച്ചുമാറ്റി വൻ ട്രെയിൻ ദുരന്തമുണ്ടാക്കാൻ ശ്രമിച്ച അസം സ്വദേശികൾ പിടിയിലായ വാർത്തകൾ പുറത്തുവരികയാണ്. ഇവർ ആക്രി കച്ചവടക്കാർ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതും. അതായത് റെയിൽവേയുടെ സിഗ്നൽ കേബിളുകൾ മുറിച്ചു മാറ്റിയതോടെ സിഗ്നൽ കിട്ടാതെ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. ഇതോടെ വൻ ദുരന്തം ഒഴിവായെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിലവിൽ ആക്രി തൊഴിലാളികളായ മനോവർ അലി, അബ്ബാസ് അലി എന്നിവരാണ് പിടിയിലായത്. അതായത് ട്രെയിനുകൾക്ക് സിഗ്നൽ ലഭിക്കാത്തതിനെ തുടർന്ന് RPF ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായെന്നാണ് വിവരങ്ങൾ. അതായത് കേബിൾ മുറിച്ച് മാറ്റിയതിനെ തുടർന്ന് വടകരയ്ക്കും മാഹിക്കുമിടയിൽ സിഗ്നൽ ലഭിക്കാതെ 10ഓളം ട്രെയിനുകളാണ് വൈകി ഓടിയത്. തുടർന്ന് പൂവാടൻ ഗേറ്റിലെ സിഗ്നൽ കേബിൾ മുറിച്ചതായിട്ടാണ് CRPFന് വിവരം ലഭിച്ചത്. ഇവിടെ എത്തി പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ അസം സ്വദേശികളെ കണ്ടതും. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇവരുടെ പക്കലുണ്ടായിരുന്ന ബാഗിൽ നിന്നും സിഗ്നൽ കേബിളിന്റെ ഒരു ഭാഗം കണ്ടെത്തിയത്. വടകര പരവന്തലയ്ക്ക് സമീപത്ത് പഴയൊരു വീടെടുത്താണ് ഇവർ താമസിക്കുന്നതെന്നാണ് കണ്ടെത്തിയത്. തുടർന്ന് അവിടെ തന്നെയാണ് ആക്രി കച്ചവടം നടത്തുന്നതെന്നും കണ്ടെത്തിയിരുന്നു. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഈ കേബിളിന്റെ മറ്റൊരു ഭാഗവും മുറിക്കാൻ ഉപയോഗിച്ച ആക്സോ ബ്ലേഡ് അടക്കം കണ്ടെത്തി. സംഭവത്തിൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തതായിട്ടാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതേസമയം ഇതിനു മുമ്പും ട്രെയിൻ സിഗ്നൽ നൽകുന്ന കേബിൾ മുറിച്ചു മാറ്റിയ സംഭവം പുറത്തു വന്നിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ എക്സ്പ്രസ് കൊല്ലം സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ചുവന്ന സിഗ്നൽ പച്ചയാക്കാൻ ശ്രമിച്ചപ്പോൾ തകരാറ് കണ്ടെത്തിയത്. ജീവനക്കാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഈ സിഗ്നൽ മാറ്റാൻ കഴിഞ്ഞില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചിന്നക്കട മേൽപ്പാലത്തിന് സമീപമുള്ള സിഗ്നൽ റൂമിലെ കേബിളുകൾ അറുത്തുമാറ്റിയ നിലയിൽ കണ്ടെത്തുന്നത്. ഇത് കാരണം മംഗലാപുരം എക്സ്പ്രസ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്താൻ 1 മണിക്കൂറോളം വൈകി. കപ്പലണ്ടിമുക്ക്, SN കോളേജ് ജംഗ്ഷൻ, ചിന്നക്കട എന്നിവിടങ്ങളിലെ റെയിൽവേ ഗേറ്റും സിഗ്നൽ കിട്ടാതെ 1 മണിക്കൂറോളമാണ് അടഞ്ഞുകിടന്നത്. കേബിളുകൾ മുറിച്ചത് ചെമ്പെടുക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ സിഗ്നൽ തകർത്ത് ട്രെയിൻ ഗതാഗതം താറുമാറാക്കാനാണോ എന്ന കാര്യത്തിൽ ഇതുവരേക്കും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. സിഗ്നൽ റൂം പ്രവർത്തിക്കുന്ന പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളം എന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത്. സംഭവത്തിൽ RPF അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ചിന്നക്കട റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള റെയിൽവേയുടെ റിലേ റൂമിൽ കടന്നാണ് ഇവർ കേബിൾ മുറിച്ചത്. ഇതോടെ സിഗ്നൽ പൂർണ്ണമായും തകരാറിലായി. സിഗ്നൽ നിലച്ചതോടെ ട്രെയിൻ ഗതാഗതം സ്തംഭിക്കുകയായിരുന്നു. റിലേ റൂമിന്റെ പൂട്ട് തകർത്തുള്ളിൽ കടന്നവരാണ് പ്രധാന സിഗ്നൽ വരുന്ന ട്രാക്ക് സിഗ്നൽ കേബിളുകൾ മുറിച്ചത്. ഇതിനായി ഉപയോഗിച്ച വാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ റൂമിൽ നിന്നും കണ്ടെടുക്കുകയാണ് ചെയ്തത്. അതേസമയം മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെയാണ് സിഗ്നൽ പുനഃസ്ഥാപിച്ചത്. ഇത്രയും നേരം സ്റ്റേഷനിലേക്ക് പൈലറ്റിംഗ് സംവിധാനത്തിലൂടെയാണ് ട്രെയിനുകൾ എത്തിച്ചത്. മോഷണത്തെക്കാളും ട്രെയിൻ അട്ടിമറി സാധ്യതയാണ് RPF സംഘം വിലയിരുത്തുന്നത്. കാരണം റിലേ റൂമിലെ കേബിളുകളൊക്കെ വളരെ ചെറുതാണ്. ഇത്രയും കേബിളുകൾ മുറിച്ചു കടത്താൻ തന്നെ തുച്ഛമായ തുകയെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റൂമിൽ കയറി കേബിളുകൾ മോഷ്ടിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ കേബിളുകൾ മുറിച്ചതിന് പിന്നാലെ ഇവ മാറ്റി കണക്ട് ചെയ്താൽ വൻ ട്രെയിൻ അട്ടിമറിയായിരിക്കും നടക്കുകയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചിന്നക്കട റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള സ്ഥലം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരിക്ക് അടിമകളായ സാമൂഹ്യ വിരുദ്ധ സംഘമാണോ ഈ സംഭവത്തിന് പിന്നിലെന്നാണ് RPF അന്വേഷിക്കുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ ഇക്കഴിഞ്ഞ മാസത്തിൽ കോഴിക്കോടും സമാനമായ സംഭവം നടന്നതിലാണ് ഇപ്പോൾ 2 പേർ പിടിയിലായ വിവരങ്ങളും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.